ഹലോ ഗൈസ്, എല്ലാവർക്കും റിയൽ ലൈഫ് ഓഫ് മല്ലൂസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. മറ്റുള്ള എല്ലാവർക്കും ഇങ്ങോട്ട് കയറി വരാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പ്രയോജനകരമാവും എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. പാക്കിംഗ് ലിസ്റ്റ് ആണ്. ഒത്തിരി യൂട്യൂബേഴ്സിനെയും ഇതൊക്കെ ഞാൻ സെർച്ച് ചെയ്ത് നോക്കി, പക്ഷേ ഞാൻ കൊണ്ടുവന്ന പല കാര്യങ്ങളും ഇവിടെ വന്നിട്ട് എനിക്ക് പ്രയോജനകരമായിട്ടില്ല. അപ്പോൾ പ്രയോജനകരമായതും പ്രയോജനകരമാവാത്തതും കാര്യങ്ങളുമായിട്ടാണ് നിങ്ങളോട് ഈ മുമ്പിൽ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഗൈസ്. അതിനായി ഞാൻ 6 വിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യമാണ് മെഡിസിൻ എന്ന് പറയുന്നത്, രണ്ടാമത്തെ കാര്യമാണ് ഫുഡ്, മൂന്നാമത്തെ ഇലക്ട്രോണിക്സ്, നാലാമത്തെ ഡ്രസ്, അതുപോലെ അഞ്ചാമത്തെ എന്ന് പറയുന്നത് കോസ്മെറ്റിക്സ്, അതുപോലെ ആറാമത്തെ എന്ന് പറയുന്നത് യൂട്ടിലിറ്റീസ് ആണ്. അപ്പോൾ ഇത് 6 എണ്ണവും നിങ്ങൾ മാക്സിമം കൊണ്ടുവരാൻ ശ്രമിക്കണം. നമുക്കറിയാം, നമ്മൾ കൊണ്ടുവരുന്ന ലഗേജ് അനുസരിച്ചിരിക്കും നമുക്ക് ഇത്രയും സാധനങ്ങൾ കൊണ്ടുവരേണ്ടത്. പല ഫ്ലൈറ്റിലും പല kg അനുസരിച്ചാണ്. ഞാൻ വന്നത് എന്ന് പറയുന്നത് വിസ്താരയിലാണ്. എനിക്കുണ്ടായിരുന്നത് 76 kg സംതിങ് ആയിരുന്നു, ഇൻക്ലൂഡിങ് സ്റ്റുഡൻസിൻ്റെ ഇതും വെച്ചിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ അതുപോലെ പലവർക്കും പല kgs ആയിരിക്കും. അപ്പോൾ മാക്സിമം നിങ്ങൾ ഇതിലുള്ളതെല്ലാം കൊണ്ടുവരാൻ ശ്രമിക്കുക. ഫസ്റ്റ് ആയിട്ട് ഞാൻ പറയുന്നത് മെഡിസിനെ കുറിച്ചാണ്. മെഡിസിനിൽ ഞാൻ കൊണ്ടുവന്നത് മോസ്റ്റ്ലി ഫീവറിൻ്റെയും അതുപോലെ തന്നെ നമുക്ക് ചുമ, തൊണ്ടവേദന, ലൈക്ക് ജലദോഷം, അങ്ങനെ വയറുവേദന, അങ്ങനെ നമുക്ക് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുടെയൊക്കെ മരുന്നാണ് ഞാൻ കൊണ്ടുവന്നത്. വിത്ത് ഡോക്ടർ പ്രിസ്ക്രിപ്ഷനിലാണ് ഞാൻ കൊണ്ടുവന്നത്. അത് കൊണ്ടുവരണം എന്ന് പറയാൻ, പ്രിസ്ക്രിപ്ഷൻ കൊണ്ടുവരണം എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഒട്ടുമിക്ക ലൈക്ക് നമ്മളിപ്പോൾ ഇവിടുത്തെ ഫാർമസിയിലൊക്കെ പോവുകയാണെങ്കിൽ തന്നെ അവർ ചിലപ്പോൾ നിങ്ങളോട് ഇതിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ചോദിക്കാം. അതുകൊണ്ടാണ് നിങ്ങളോട് ഇതൊക്കെ കൊണ്ടുവരാൻ പറയുന്നത്. അതുപോലെ തന്നെ ബില്ലും നിങ്ങൾക്ക് കരുതാം. ബിക്കോസ് മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസിനും എയർപോർട്ടിൽ വന്നപ്പോൾ ചോദിച്ചു എന്ന് ഞാൻ കേട്ടു. എന്നോട് ചോദിച്ചില്ല, പക്ഷെ അങ്ങനെ ഒരുപക്ഷെ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റും. അതുപോലെ നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും മരുന്നോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് പ്രിസ്ക്രിപ്ഷൻ വെച്ചിട്ട് തന്നെ കൂടിപ്പോയ 2 മാസത്തേക്കൊക്കെയാണ്, 2-3 മാസത്തേക്കാണ് നമുക്ക് സാധനങ്ങൾ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കൊണ്ടുവരാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് കോസ്മെറ്റിക്സ് ആണ്. കോസ്മെറ്റിക്സ് നോക്കുമ്പോൾ ലൈക്ക് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള എല്ലാ കോസ്മെറ്റിക്സും കൊണ്ടുവരിക. അല്ലാതെ അനാവശ്യമായിട്ട് നിങ്ങൾ ഒത്തിരി കോസ്മെറ്റിക്സ് കൊണ്ടുവന്ന് വെയിറ്റ് കളയേണ്ട ആവശ്യമില്ല. ഞാൻ ഇതുപോലെ ഒത്തിരി കോസ്മെറ്റിക്സ് കൊണ്ടുവന്നു, പക്ഷെ അതൊക്കെ ഇവിടെ വെറുതെ ഇരിക്കുകയാണ്. ഇവിടുത്തെ ക്ലൈമറ്റിനനുസരിച്ച് നമുക്ക് ഇവിടെ നിന്ന് തന്നെ നല്ല കോസ്മെറ്റിക്സ് നമുക്ക് ഇവിടുത്തെ എഡേക്ക, അതുപോലെ ആൽഡി, അതുപോലെ DM, അങ്ങനെയുള്ള നല്ല നല്ല ഷോപ്പുകളിൽ നിന്ന് നമുക്ക് ഇവിടെ നിന്ന് മേടിക്കാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനത്തെ നിങ്ങൾക്ക് നല്ലൊരു മോയ്സ്ചർ ക്രീം മാത്രം കൊണ്ടുവന്നാൽ അത് ബെറ്റർ ആണ്. ബാക്കിയൊക്കെ ഇവിടെ വന്നിട്ട് മേടിക്കുന്നതാണ് നിങ്ങൾക്ക് കുറച്ചും കൂടി ഉചിതമായിട്ട് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് ഡ്രസ്സാണ്. ഡ്രസ്സ് നോക്കുമ്പോൾ ഇവിടെ ഞാൻ ഒത്തിരി ഡ്രസ്സ് കൊണ്ടുവന്നു. അതാണ് എനിക്ക് എൻ്റെ kgയിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം പറ്റിയത്. നമുക്ക് ഡ്രസ്സൊക്കെ ഇവിടെ നിന്ന് മേടിക്കാൻ കിട്ടും. ഡ്രസ്സൊക്കെ നമ്മുടെ നാട്ടിലെ അഫോർഡബിൾ റേറ്റിന് തന്നെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. അതുകൊണ്ട് ഡ്രസ്സൊക്കെ മാക്സിമം കുറയ്ക്കാൻ നോക്കുക. അതുപോലെ ഒത്തിരി ആൾക്കാർക്ക് നീളം കുറഞ്ഞതും പൊക്കം കുറഞ്ഞവർക്കൊക്കെ ഒരു അഡ്ജസ്റ്റബിൾ ആവുന്ന ജീൻസ് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവും സൈസിന് ഒത്തുള്ള. അപ്പോൾ മാക്സിമം ജീൻസ് നിങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുക. ബാക്കിയുള്ള ഡ്രസ്സും അതൊക്കെ ഇവിടെ നിന്ന് മേടിക്കുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ. നാട്ടിൽ നിന്ന് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ആ വെയിറ്റിൽ നിങ്ങൾക്ക് വേറെ നല്ല സാധനങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. അതുപോലെ ഷൂ കൊണ്ടുവരാൻ ശ്രമിക്കണം. ഒരു നല്ലൊരു ഷൂ, ബ്രാൻഡഡ് ഒരു നല്ലൊരു ഷൂ മേടിക്കുക. അതുപോലെ ബൂട്ട്, വിന്റർ സമയത്ത് വരുന്നവർ ബൂട്ടൊക്കെ ഇവിടെ നിന്ന് മേടിക്കുന്നതാണ് ബെറ്റർ. എന്ന് പറഞ്ഞാൽ നാട്ടിലെ ഡെക്കാത്തലോണിലൊക്കെ പോയിട്ട് ഒത്തിരി പേര് ജാക്കറ്റും അതുപോലെ ഈ ബൂട്ടൊക്കെ മേടിച്ചുകൊണ്ട് വരുന്നുണ്ട്. അതൊന്നും ഇവിടെ വന്നിട്ട് ഇടുമ്പോൾ അതൊന്നും ഒരു കാര്യമില്ലാത്ത അവസ്ഥയായിരിക്കും. ഇവിടുത്തെ കാലാവസ്ഥ അനുസരിച്ച് മേടിക്കുന്നതാണ് കുറച്ചും കൂടി ഉച്ചത്. ഞാൻ നാട്ടിൽ നിന്ന് ഡെക്കാത്തലോണിൽ നിന്ന് നല്ല റേറ്റ് കൊടുത്തൊരു ജാക്കറ്റ് മേടിച്ചു, പക്ഷെ ഇവിടെ വന്നിട്ട് ഇട്ടിട്ട് ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. തണുപ്പൊക്കെ ഉള്ളിൽ കയറുമായിരുന്നു. ഞാനിവിടെ വന്നിട്ട് മേടിക്കുക ചെയ്ത ജാക്കറ്റ്. അപ്പോൾ ഇവിടെ വന്നിട്ട് മേടിക്കുന്നതാണ് കുറച്ചും കൂടി നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്.
അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ഡ്രസ്സുകളും മാക്സിമം കുറയ്ക്കാൻ നോക്കുക. അതാണ് നിങ്ങൾക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അതുപോലെ തന്നെ അടുത്തതായിട്ട് പറയുന്നത് യൂട്ടിലിറ്റീസ് ആണ്. യൂട്ടിലിറ്റീസ് നോക്കുമ്പോൾ ആദ്യമായിട്ട് കൊണ്ടുവരേണ്ടത് പ്രഷർ കുക്കറാണ്. പ്രഷർ കുക്കർ എന്ന് പറയുന്നത് ഭയങ്കര രീതിയിൽ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. ഒത്തിരി കടകളിൽ ഇവിടെ ഒന്നും അങ്ങനെ ഇല്ല. ലൈക്ക് ഇന്ത്യൻ സ്റ്റോറിലൊക്കെ പോയാൽ പോലും ഭയങ്കര എക്സ്പെൻസീവാണ് ഈ ഒരു കുക്കർ മേടിക്കാൻ തന്നെ. അപ്പം മാക്സിമം നിങ്ങൾ നാട്ടിൽ നിന്ന് 2 ലിറ്ററിൻ്റെ 3 ലിറ്ററിൻ്റെ ഒക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുക. അതാണെങ്കിൽ നിങ്ങളിപ്പോൾ ഷെയ്ഡ് റൂമിൽ നിൽക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കയ്യിലുണ്ടല്ലോ എന്ന് ഓർത്ത് നമ്മൾ കൊണ്ടുവരാണ്ടിരിക്കുക. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ഇവിടെ വരുമ്പോൾ എങ്ങനെ വേണമെങ്കിലും സ്പ്ലിറ്റ് ആവാൻ ഒരു ഇത് വരുമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇതില്ലെങ്കിൽ നിങ്ങൾ മേടിക്കേണ്ടി വരും. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും കൊണ്ടുവരാൻ ശ്രമിക്കുക. ഫ്രണ്ട്സിൻ്റെ കയ്യിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നിൽക്കരുത്, നിങ്ങൾ കൊണ്ടുവരിക. അതുപോലെ തന്നെ പറയാനുള്ളതാണ്, ചെറിയ പാൻസും അതുപോലെ ഇഡ്ഡലിയുടെ പാത്രം അതുപോലെ പുട്ടിൻ്റെ പാത്രമൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതുപോലെ കൊണ്ടുവരേണ്ടതാണ് വേറെ കയ്യിലൊക്കെ നിങ്ങൾ കൊണ്ടുവരാം. അതുപോലെ അടുത്ത കാര്യമാണ് ഫുഡ് നോക്കുമ്പോൾ ആദ്യമായിട്ട് കൊണ്ടുവരേണ്ടത് സ്പൈസസ് ആണ്. സ്പൈസസ് ഒക്കെ ഇവിടെ ഭയങ്കര റേറ്റ് കൂടുതലാണ്. പിന്നെ നമ്മൾ ഇടുന്ന കുറച്ച് സ്പൈസസ് ഒക്കെ ഉണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതും ചിലപ്പോൾ ഇവിടെ ജർമ്മൻ കടകളിലൊന്നും കിട്ടില്ല. ഇന്ത്യൻ സ്റ്റോറിൽ തന്നെ പോകണം, അവിടെയൊക്കെ നല്ല റേറ്റും ആണ്. അപ്പോൾ മാക്സിമം സ്പൈസസ് ഒക്കെ 2 മാസത്തേക്കൊക്കെ ഉള്ളത് കൊണ്ടുവരാൻ നോക്കുക എങ്ങനെയെങ്കിലൊക്കെ. അതുപോലെ കഴിക്കാൻ ചിപ്സ്, അതുപോലെ നിങ്ങൾക്ക് താൽക്കാലികമായിട്ട് കഴിക്കാൻ നൂഡിൽസ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരാൻ മാക്സിമം ശ്രമിക്കുക. അതുപോലെ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഇലക്ട്രോണിക്സ് ആണ്. ഇലക്ട്രോണിക്സ് കൊണ്ടുവരുമ്പോൾ മാക്സിമം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് യൂണിവേഴ്സൽ അഡാപ്റ്റർ കൊണ്ടുവരണം. അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈലിൻ്റെ ചാർജസും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുത്തണമെങ്കിൽ യൂണിവേഴ്സൽ അഡാപ്റ്റർ മാത്രമേ ഇവിടെ പറ്റുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ കൊണ്ടുവരേണ്ട കാര്യമാണ് ലാപ്ടോപ്പ്. ഇവിടെ മസ്റ്റാണ്. മോസ്റ്റ് ഓഫ് ദ യൂണിവേഴ്സിറ്റിയിലും ലാപ്ടോപ്പ് ചോദിക്കുന്നുണ്ട്. ലൈക്ക് സ്റ്റഡീസിനൊക്കെ ഇവിടെ കൂടുതൽ ലാപ്ടോപ്പാണ് പോസിബിള്. അപ്പോൾ ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നിട്ട് മേടിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് സെക്കൻഡ് ഹാൻഡും അതൊക്കെ അഫോർഡബിൾ റേറ്റിനൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഉള്ളവർ കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു വർഷമായിട്ട് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയ കാര്യങ്ങൾ. മാക്സിമം നിങ്ങൾ ഇതെല്ലാം ഉൾപ്പെടുത്തി കൊണ്ടുവരാൻ ശ്രമിക്കുക. അതുപോലെ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിന് എങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അയച്ചു കൊടുക്കുക. അപ്പോൾ ഗായ്സ്, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.